ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റില് ഒരു സംഭവം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആദില നൂറയും പിന്നെ ഷാനവാസും തമ്മിൽ നടക്കുന്നൊരു സംഭാഷണമാണ്. ആദില നൂറയും പറയുന്നുണ്ട്, ഞങ്ങൾക്കും അറിയാമായിരുന്നു. ഷാനവാസ് പറയുന്നുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇത് എന്ത് പറഞ്ഞു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, അനുമോളുടെ ആ ഒരു PR കേസ് ഉണ്ടല്ലോ, അനുമോള് PR കൊടുത്തിട്ടുണ്ട് എന്ന് എല്ലാവരും തന്നെ, അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാവരും തന്നെ അനുമോൾക്ക് നേരെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് ബിന്നി പറയുന്നുണ്ടായിരുന്നു. ഇത് ബിന്നിയുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടിരുന്ന് എമൗണ്ട് സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എമൗണ്ടും പറയുന്നുണ്ട്, 16 ലക്ഷം രൂപയെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം ബിന്നി പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവരിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദില നൂറയും ഇങ്ങനെ അവർക്കും അറിയാം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെയും പറഞ്ഞിരുന്നു, ആദിലയ്ക്കും നൂറയ്ക്കും വ്യക്തമായിട്ട് അറിയാം, അവർ പറയാതിരിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഷാനവാസ് വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസിന്റെ അടുത്ത് ഇത് പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പിന്നെ നൂറ പറയുന്നുണ്ട്, ഇത് എമൗണ്ട് സഹിതം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് മോശമായിപ്പോ, ഇതൊരു സ്വകാര്യ സംഭാഷണമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ഇന്ന് ലൈവിനകത്ത് ഓപ്പൺ ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്, എനിക്ക് ഒരാള് സഹായത്തിനുണ്ട്, അത്രയും നാള് പണിയെടുത്തുണ്ടാക്കിയെടുത്ത ഗുഡ്വില്ലാണ്, അത് വെറുതെ അങ്ങ് കൊണ്ട് കളയാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നുമല്ല, വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. അപ്പോ അങ്ങനെ ഒരു സപ്പോർട്ട് അനുമോൾക്കുണ്ട് എന്നുള്ളൊരു കാര്യം ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അത് വലിയ തെറ്റായിട്ടോ മോശമായിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല, ഇതിനെ നോക്കി കാണുന്നതുമില്ല. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള നോൺ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇതേപോലെ ഒരു ഷോയ്ക്കകത്തേക്ക് വരുമ്പോൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷോയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനു പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ രാവിലെ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഇത് നെഗറ്റീവായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഞാൻ രാവിലെയും പറഞ്ഞിരുന്നു, അനീഷ പിന്നെ ആദില നൂറ ഈ 3 പേർക്ക് PR ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ നെവിനും PR കാണത്തില്ല. ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ, ഈ പറയുന്ന ആര്യനാണെങ്കിലും അല്ലെങ്കിൽ സാബുമാൻ ആണെങ്കിലും ലക്ഷ്മി, അക്ബർ, അനുമോള്, ഇവർക്ക് എല്ലാവർക്കും തന്നെ സപ്പോർട്ടിന് ആളുകൾ ഉണ്ട്. അവർ ഏർപ്പാടാക്കിയിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എനിക്കുള്ളൊരു ഇൻറ്റ്യൂഷനാണോ, അതങ്ങനെ തന്നെ വരുള്ളൂ. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ ടോപ്പ് ലെവലിൽ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള എത്ര പേര് പുറത്തേക്ക് പോയി, കുറെ പേര് പുറത്തേക്ക് പോയില്ലേ. അവരൊക്കെ ഡിസേർവിംഗ് ആയിരുന്നു, പക്ഷെ അവർക്ക് ഈ പറയുന്ന ആ ഒരു സപ്പോർട്ട് ഇവരാരെയും ഏർപ്പാടാക്കാത്തതിനാൽ പുറത്തായതാണ്. ഇവർക്കൊക്കെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ അവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അനുമോളും തുറന്ന് സമ്മതിച്ചു, ഇവരും ഇപ്പൊ പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നെഗറ്റീവ് സെൻസിൽ പ്രേക്ഷകരും കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.